ഹായ് ഗൈസ്, എന്തെല്ലാം വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പറഞ്ഞാൽ ഒരു ഇഫ്താർ സ്പെഷ്യൽ തന്നെ ആയിക്കോട്ടെ കേട്ടോ. അതുമാത്രമല്ല, വിശേഷാതിഥികൾ വരുന്ന സമയത്തും നമുക്ക് നല്ല സൂപ്പറായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ചിക്കൻ കൊണ്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് മിസ്സാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. അപ്പോൾ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ടാണ് പോയാലോ. നമ്മുടെ ഈ സൂപ്പറായ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 150-160 ഗ്രാമത്തോളം എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബീഫും എടുക്കാം കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കാം, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇതിലോട്ട് മസാല ഇട്ട് കൊടുക്കാം. ഉണ്ട് 1 സ്പൂണോളം കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണോളം കുരുമുളക് പൊടിയും, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, 1 സ്പൂണോളം വിനാഗിരി ഒഴിച്ചെടുക്കുന്നുണ്ട്. വിനാഗിരിയുടെ പകരം നിങ്ങൾക്ക് നാരങ്ങ നീര് ഒഴിച്ചെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാനുണ്ട്. മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോളം കൂടുതൽ വെക്കാം കേട്ടോ. ഇനി അത് ചെയ്തിട്ട് നമുക്കിതാ ഒരു 15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അതുപോലെ ഇതാ ഒരു പാൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതിലോട്ട് നമുക്കിതാ മസാല ആക്കി വെച്ച നമ്മുടെ ചിക്കൻ നമുക്ക് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം. ഇനി നമുക്ക് ഒരു സൈഡ് ആയതിനു ശേഷം മറിച്ചും തിരിച്ചൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ ഓയിൽ ഒഴിച്ചെടുക്കേണ്ട. അതുപോലെ തന്നെ നമുക്ക് ഒരു പകുതി മുക്കാൽ ഭാഗത്തോളം നമുക്കൊന്ന് വെന്ത് കിട്ടിയാൽ മതി. കൂടുതൽ അങ്ങനെ കരിഞ്ഞു പോകുക ഒന്നും ചെയ്യണ്ട. ഒരു സോഫ്റ്റ്നെസ് ഉണ്ടായിരിക്കണം നമ്മുടെ ചിക്കന്. അപ്പോൾ അതാട്ടോ ഒരു സൈഡൊക്കെ അതിന് ശേഷം ഞാനിതാ മറിച്ചിട്ട് കൊടുക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് 2 മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യണം കേട്ടോ. ഇനി അതിന് ശേഷം ഇതാ നമ്മുടെ ചിക്കൻ ഇതാ വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോഴേക്കും നമുക്ക് കുറച്ച് ഫില്ലിങ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അതേ ഫ്രൈ ചെയ്ത പാനിൽ തന്നെ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി വലിയ ഉള്ളിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ ഉള്ളി എടുത്താൽ മതി കേട്ടോ. അത് ഞാനൊരു മീഡിയം സൈസ് ആയതുകൊണ്ട് 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് കൂടുതൽ ഇങ്ങനെ വഴറ്റി കൊടുക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് കളറ് മാറിയാൽ തന്നെ നമുക്ക് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ തക്കാളിയുടെ പകുതി കട്ട് ചെയ്തതും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി തക്കാളി നിങ്ങൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നാരങ്ങ നീരായാലും ഒഴിച്ചു കൊടുത്താൽ മതി. അതിലോട്ട് നമുക്കൊരു ആവശ്യത്തിന് പച്ചമുളക് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലും മല്ലിച്ചപ്പും കൂടി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി കുറച്ച് മസാലകൾ ഇടാനുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ഫ്രൈ ചെയ്യുമ്പോൾ ചിക്കനിൽ ഇട്ടതാണല്ലോ. അപ്പോൾ അതിന് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കണം കേട്ടോ. അതുപോലെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനൊന്നും ഒരു കണക്കില്ല കേട്ടോ. നമ്മുടെ മസാലയ്ക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. കൂടുതൽ എരിവുള്ളവർക്കൊക്കെ കൂടുതൽ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ചിക്കനൊക്കെ അത് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ പിച്ചെടുക്കാം കേട്ടോ. അതുപോലെ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുകയൊന്നും ചെയ്യരുത്. നമ്മളിത് കഴിക്കുമ്പോഴല്ല ടേസ്റ്റ് കൂടുക. അപ്പോൾ നമുക്കിങ്ങനെ കൈ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് പിച്ചെടുക്കാം. ഇനി നമ്മൾ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ മസാല ഇല്ലെങ്കിൽ മീറ്റ് മസാല ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇനി രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വലിയ ജീരകം പൊടിച്ചിട്ടും അതുപോലെ കുറച്ച് ഗരം മസാല ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ആവശ്യത്തിന് മസാല നമ്മൾ ഉള്ളി വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ചിക്കനിലൊക്കെ ഇട്ടത് കാരണം നമ്മൾ അത് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒരു ബാറ്റർ കൂടി തയ്യാറാക്കാനുണ്ട്. ഒരു മിക്സിയുടെ ചാറ് എടുത്തിട്ട് 2 മുട്ട നമുക്ക് ഒഴിച്ചെടുക്കാം. അതിനുശേഷം ഈ ഒരു ഗ്ലാസ്സിന് 3/4 ഗ്ലാസ്സോളം മൈദയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതേ അളവിൽ തന്നെ 3/4 ഗ്ലാസ്സോളം പാൽ ഒഴിച്ചെടുക്കാം. ആവശ്യത്തിന് ഒരു നുള്ള് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ കൂടുതൽ നേരം ബ്ലെൻഡ് ചെയ്തെടുക്കൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് അതിലൊന്ന് കറക്കി എടുത്താൽ മതി. ശേഷം ഞാൻ കുക്കറിലാണ് കേട്ടോ ഈ പലഹാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ വെച്ചിട്ട് ബട്ടർ പേപ്പർ ഇട്ടിട്ട് കുറച്ച് നമ്മൾ 1 സ്പൂണോളം നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിന് ശേഷം നമ്മുടെ ബാറ്റർ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് അതിലോട്ട് ബാറ്റർ കുറച്ച് ഒഴിച്ചെടുക്കണം. അതിന് ശേഷം നമ്മുടെ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് അതൊന്ന് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റോളം അതിൻ്റെ അടി ഒന്ന് സെറ്റായി കിട്ടിയതിന് ശേഷം നമ്മൾ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി ഫില്ലിങ്സ് നേരെ പരത്തി ഇട്ട് കൊടുക്കുക. ഒരേ ലെവലിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ബാക്കി വന്ന ബാറ്ററും കൂടി ഒഴിച്ചെടുക്കാം. അപ്പോൾ ബാറ്റർ ഒഴിച്ചെടുക്കുമ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് സെൻറ്ററിലോട്ട് ഒഴിച്ചെടുക്കണം കേട്ടോ. എന്നാലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ
കുറച്ച് ക്യാപ്സിക്കവും ക്യാരറ്റും ഒക്കെ കട്ട് ചെയ്തതും കൂടി നമ്മുടെ മുകളിലായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കണം. കുറച്ച് മല്ലിച്ചപ്പ് അതുപോലെ കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് ഇങ്ങനെ അയക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കുക്കർ എടുത്തിട്ട് അടിയിൽ നമുക്കൊരു ചട്ടിയോ അതുപോലെ വേറൊരു പാനോ പഴയതൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിരിക്കണം പിന്നെ കുക്കർ നമുക്ക് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമുക്കിത് വെന്ത് കിട്ടേണ്ടത്. അതുപോലെ തന്നെ കുറേ നേരമൊന്നുമില്ല കേട്ടോ, ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമുക്കത് ഓരോരുത്തർ കുക്കറിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ കുക്കറല്ലാതെ വേറെ പാത്രങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കും വെന്ത് കിട്ടുന്നത്. ഇനി ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ കുറച്ചുകൂടി ഫില്ലിങ്സ് മുകളിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അടച്ച് വെക്കാം. അടച്ച് വെച്ച് 10 മിനിറ്റ് കറക്റ്റ് ആയപ്പോൾ എൻ്റെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുറത്തൊക്കെ ചെറുതായിട്ട് ഒരു സോഫ്റ്റ്നെസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെയും കൂടി നമുക്കൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബട്ടറോ അതുപോലെ അല്ലെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ കുറച്ച് ഓയിലോ ഒരു സ്പൂണോളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി വേറൊരു പാനിൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് 1-2 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കണം. എന്നാൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് അവിടെയും മേലുള്ള ഭാഗം കൂടി നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ ഇത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാട്ടോ ഇതൊക്കെ വന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു പീസ് കഴിച്ചാൽ തന്നെ നമ്മളെ വയറങ്ങോട്ട് നിറയും. അത്രക്കും ടേസ്റ്റിയാണ്. പിന്നെ അത്രയ്ക്ക് നമ്മൾ ഫില്ലിങ്സ് ഒക്കെ ഇട്ടത് കാരണം നമുക്ക് ഒരു കഷ്ണം കഴിച്ചാൽ മതി. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ക്യാപ്സിക്കം ഒരിക്കലും ഒഴിവാക്കരുത് കേട്ടോ. എന്തായാലും ഇട്ട് കൊടുക്കണം. കാരണം വെന്തിട്ട് ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും കൂടിയാണ്. ഇനി ഇഫ്താറിന് മാത്രമല്ല കേട്ടോ, ഈവനിങ് സ്നാക്സ് ആയാലും അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന, എല്ലാ ടൈമിലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം കൂടിയാണ്. നിങ്ങളിത് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ തന്നെ അറിയിക്കുക. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്ന പ്രചോദനം ഉണ്ടാകുന്നത്. ഇതുപോലുള്ള അടിപൊളി വെറൈറ്റി റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടിപൊളിയൊരു റെസിപ്പിയും കൊണ്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സേഫ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.